ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഫി ടൈൽസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമിഴിൽ പറയുന്ന പോലെ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു ബാഗ് നിറച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കുകളുണ്ട്. നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും അതിന്റെ പ്രൈസും ഞാൻ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും എഴുതി കാണിക്കട്ടോ, കാരണം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ഷെയ്ഡ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഫസ്റ്റ് വരുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഇൻസൈറ്റിന്റെ 22 ഓട്ടം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഒരു ഡാർക്ക് റെഡ് പോലത്തെ ഷെയ്ഡാണ്. ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റില്ല, ബട്ട് എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് യൂസ് ആക്കാം. നല്ല എലഗന്റ് ആയിട്ട് നല്ല സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡ്. രണ്ടാമതായിട്ട് ഇത് മെബിലൈന്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 11 മെയ്ഡ് ഈസി എന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ഒരു ലിപ്സ്റ്റിക് ആണ്, കുറച്ച് ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് വരുന്ന പോലെ. ഇത് വന്നിട്ട് മാൾസിന്റെ സൂപ്പർ സ്റ്റേ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ആണ്. പേര് പോലെ തന്നെ ട്രാൻസ്ഫർ ആവത്തേ ഇല്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഒരു പ്രൈസിന് ഇത് നല്ല വാല്യുബിൾ പ്രോഡക്റ്റ് ആണ്. മാൾസിന്റെ എല്ലാ ലിപ്സ്റ്റിക്കും തന്നെ അത്യാവശ്യം റേറ്റ് കുറവാണ്, നല്ല ട്രാൻസ്ഫർ പ്രൂഫ് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇത് ഷെയ്ഡ് വരുന്നത് 12 സിൻഫുൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിന്റെ റേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അപ്പൊ ഞാൻ ഇത് ഇവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കിസ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. രാവിലെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെ അത് അങ്ങനെ തന്നെ നിന്നോളും. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ നാച്ചുറൽ കൊക്കോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, പക്ഷെ ട്രാൻസ്ഫർ പ്രൂഫ് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, അത്യാവശ്യം നല്ലപോലെ തന്നെ ട്രാൻസ്ഫർ ആവും. ഇത് ഞാൻ അതിന്റെ തന്നെ കേട്ടോ. ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ട്രാൻസ്ഫർ ആവും, വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, ലോങ് ലാസ്റ്റിംഗും അല്ല. പക്ഷെ ഇതൊരു നല്ല ഷെയ്ഡാണ്, ഒരു ന്യൂഡ് കളർ പോലത്തെ ഒരു ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ലിപ്പ് ഡ്രൈ ആക്കത്തൂല്ല, അങ്ങനെ മര്യാദക്ക് അവിടെ ഇരുന്നോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് പോകും, ഇടയ്ക്കൊന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ. ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ ബ്രൂനെറ്റ് 20 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇതിന്റെ കൂട്ടത്തില് ഇതുണ്ട് ഒരു ഷാർപ്പനർ കൂടി കിട്ടും. ഇതാണ് അതിന്റെ ഒരു കളറ് വരുന്നത്. ഈ ഒരു കളറാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഇടാറുള്ള ഒരു ഷെയ്ഡാണ്, ഇടയ്ക്കല്ല കുറച്ചധികം നാളായിട്ട് ഇടാം. ഇത് വന്നിട്ട് മാൾസിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്, ഗേൾ പവർ 10 എന്നാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. എനിക്കറിയാം ഓൾമോസ്റ്റ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. എന്നാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ഒക്കെ തന്നെയാണ്. മാൾസിന്റെ ഞാൻ പറഞ്ഞില്ലേ, മാൾസിന്റെ എല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് കളർ അങ്ങോട്ട് അത്ര സെറ്റ് ആയില്ല. ഒരു ന്യൂട്ട് പോലത്തെ ഒരു കളറാണ്, പക്ഷെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മളെന്ത് മുറുക്കി തുപ്പി പോലത്തെ ഒരു ഇത് വരും, അങ്ങനെ ഒരു ഇത്. അപ്പൊ ഇതിന്റെ പ്രൈസ് എനിക്കറിയാം, ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പ്രൈസ് ഒക്കെ ഇവിടെ കൊടുക്കാം. ഇത് വന്നിട്ട് മാമാരത്തിന്റെ 03 ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. മീൻസ് അത്യാവശ്യം വാട്ടർ പ്രൂഫും ട്രാൻസ്ഫർ പ്രൂഫും ഒക്കെയാണ്. അതുപോലെ തന്നെ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഈ ഷെയ്ഡ് വന്നിട്ട് കുറച്ച് ഭയങ്കര ഒരു റെഡിഷ് കളറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ബുള്ളറ്റ് വന്നിട്ട് ഇത് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു ഇതുണ്ട്. ഇത് എന്ത് ചെത്തി വെച്ചേക്കുന്ന പോലത്തെ ഒരു ഇതാണ്, അതുകൊണ്ട് ലിപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഇത് വന്നിട്ട് ഇൻസൈറ്റിന്റെ ടോപ്പ് 10 നോച്ച് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാലോ, നല്ല വാഷ് ഔട്ട് ചെയ്തപോലെ ചുണ്ടില്ലാന്ന് തോന്നിക്കുന്ന ഒരു ഷെയ്ഡ്. അത് ഈ കുപ്പിയിൽ എന്താണോ കളർ അത് തന്നെയാണ് ഇവിടെ വന്നിട്ട്. ഇത് എങ്ങനെ മേടിച്ചെന്ന് എനിക്ക് അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത്, ചുണ്ടില്ല എന്ന് തോന്നിക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡ്. നല്ല ട്രാൻസ്ഫർ പ്രൂഫും ലോങ് ലാസ്റ്റിംഗും ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഇത് ആ കളർ അങ്ങോട്ട് നമുക്ക് സെറ്റ് ആവത്തില്ല. പക്ഷെ ഒരു ഡാർക്ക് കളർ ഇട്ടിട്ട് ഇതോടെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ നല്ല പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല അടിപൊളി ഷെയ്ഡായിട്ടങ്ങ് ഇരുന്നോളൂ. ഇത് വന്നിട്ട് മെബിലൈന്റെ റൂളർ 8 എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. രാവിലെ ഇട്ട് അങ്ങനെ തന്നെ ലിപ്പിൽ അങ്ങനെ ഇരിക്കും, പോകത്തേ ഇല്ല. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. അതുപോലെ തന്നെ ഇത് എന്നെക്കാളും കൂടുതൽ ചേരുന്നത് ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ ഒരു കസിൻ, ആ ചേച്ചിക്കും അതുപോലെ തന്നെ എന്റെ അനീതിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ഒരു ഷെയ്ഡാണ്, നല്ല ട്രാൻസ്ഫർ പ്രൂഫും വാട്ടർ പ്രൂഫും ലോങ് ലാസ്റ്റിംഗും ആണ്. രാവിലെ ഇട്ട വൈകുന്നേരം വരെ അങ്ങനെ തന്നെ നിന്നുള്ളൂ, നല്ല ഷെയ്ഡ്. കീറോ ആണോ കൈറോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ആ ബ്രാൻഡിന്റെ നട്ട്മെഗ് ന്യൂഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ല അത്യാവശ്യം നല്ല ട്രാൻസ്ഫർ പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെ തന്നെയാണ്. ഇത് എന്നിട്ട് ഇൻസൈറ്റിന്റെ 7 ഫ്രയ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അതുപോലെ തന്നെ ന്യൂഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ന്യൂഡ് ബ്രൗൺ വരുന്ന പോലത്തെ ഒരു കളറ്. പക്ഷെ ഇതും അതുപോലെ തന്നെ ചുണ്ടില്ല എന്ന് തോന്നിക്കുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ, ഭയങ്കര ന്യൂഡ് ആയിട്ടുള്ള ഒരു കളറ്. ഡാർക്ക് ഷെയ്ഡ്സിന്റെ കൂട്ടത്തില് ചിലപ്പോൾ മാച്ച് ആയിട്ട് പോകും, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ ഇതിന്റെ പാക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ല, ഇതുണ്ടോ നല്ല കട്ടിയുള്ള പോലത്തെ ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഒരു ട്യൂബ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഈ ഒരു പാക്കിംഗ് കാണാൻ വേണ്ടി. ഇത് വന്നിട്ട് മെബിലൈൻ ന്യൂയോർക്കിന്റെ മിഡ് നൈറ്റ് 903 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് മാമാരത്തിന്റെ നമ്മൾ മുമ്പേ കണ്ട ഷെയ്ഡും ഏകദേശം ഒരുപോലത്തെ ഷെയ്ഡാണ്. ഭയങ്കര ഡാർക്ക് റെഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാൽ ഒരു വൈകുന്നേരം വരെയൊക്കെ ഒരു ടിന്റ് നമ്മുടെ ലിപ്പിൽ അങ്ങനെ തന്നെ കാണും, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് പ്രൈസ് കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല, അതിവിടെ കൊടുക്കാം. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, പക്ഷെ ഒരു ടിന്റ് അങ്ങനെ തന്നെ നമ്മുടെ ലിപ്പിൽ കാണും, അതാണ് ഇത്. സ്വിസ് ബ്യൂട്ടിയുടെ സ്പൈസ് കോറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഭയങ്കര വാഷ് ഔട്ട് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡ്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവന്റെ പ്ലം ഡിസൈർ 310 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഭയങ്കര വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്.
ഇതങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫോ വാട്ടർ പ്രൂഫോ ഒന്നുമല്ല, അപ്പൊ തന്നെ പൊക്കോളൂ. ഇത് എത്ര ലോങ് ലാസ്റ്റിംഗോ വാട്ടർ പ്രൂഫോ ട്രാൻസ്ഫർ പ്രൂഫോ ഒന്നുമല്ല. പ്രൈസും വളരെ കുറവല്ലേ, അതുപോലെ തന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എത്രയാണോ ഒരു 1 അല്ലെങ്കിൽ 1.5 hours ഒക്കെ നിൽക്കും, കുറച്ച് അത്രേ ഉള്ളൂ. ഒരു ടിന്റും കാര്യങ്ങളും ഒന്നും കൊടുക്കത്തൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ. Thank you.